ഇസ്ലാം പറഞ്ഞു, ഒരു കുട്ടി നന്നാവാൻ, ഒരു കുട്ടി സ്വാലിഹാകാൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ലയോ? പടച്ചവനെ, എന്റെ മക്കളെ എനിക്ക് നല്ല മക്കളെ നൽകണം അല്ലാഹ്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യമാണ്. കുട്ടി നന്നാവണമെങ്കിൽ ആദ്യപടിയായി ഇസ്ലാം പറഞ്ഞത് വാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം. അതിൽ ഒരുപാട് സൂചനകളുണ്ട്. മോനെ, ഈ ലോകത്ത് അഹങ്കരിക്കാൻ നീ വന്നവനല്ല, നീ അഹങ്കരിക്കാൻ വന്നവളല്ല. ഈ വാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, ഇനി നിന്റെ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയമേ ബാക്കിയുള്ളൂ. പിന്നെ അഹങ്കരിക്കാൻ എവിടെയാണ് സമയം, ജീവിക്കാൻ എവിടെയാണ് സമയം എന്ന ഏറ്റവും വലിയ ആശയം ഈ വാങ്ക് വിളിയിലൂടെ ഈ കുട്ടിയെ പഠിപ്പിക്കലുണ്ടെന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. പിന്നെ പരിശുദ്ധ ഇസ്ലാം പറയുകയാണ്, നിങ്ങൾ ആ കുട്ടിയുടെ വായയിൽ ആദ്യമായി ആ കുട്ടി കഴിക്കേണ്ട ഭക്ഷണം എന്താണ്? ആദ്യമായി ആ കുട്ടി കഴിക്കേണ്ട ഭക്ഷണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ പ്രസവിക്കപ്പെട്ട തന്റെ കുട്ടിയെ കൊടുത്തു വിടുകയാണ്. ഉമ്മു സുലൈമല്ല പോകുന്നത്, ഉമ്മു സുലൈമിന്റെ മകനായ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആ തന്റെ അനുജനായ തന്റെ കൊച്ചനുജനെ കയ്യിലെടുത്തുകൊണ്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് പോകുകയാണ്. ഉമ്മു സുലൈം പറഞ്ഞു, മോനെ, ഇദ്ഹബ് ബിഹി ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ സമീപത്തേക്ക് നിന്റെ ഈ കൊച്ചനുജനെ എടുത്ത് നീ പോ. നബി തങ്ങളോട് ഈ കുട്ടിയെ നബി തങ്ങളുടെ സമീപത്ത് കൊണ്ടുപോയി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിലേക്ക് കൊടുക്കാൻ ഉമ്മു സുലൈമ പറയുകയാണ്. അവിടെ മറ്റുള്ള സ്വഹാബിമാരില്ലാത്തത് കൊണ്ടല്ല, മറ്റുള്ള മഹാന്മാരില്ലാത്തത് കൊണ്ടല്ല. ഏറ്റവും വലിയ മഹാൻ ആരാണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളുടെ കൈകളിലേക്ക് കൊടുക്കാൻ വേണ്ടി അതേ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഈ അതേ കൊച്ചുകുട്ടിയെ വെച്ചു കൊടുക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നേരെ പോകുകയാണ്. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ചെല്ലുകയാണ്. നബി തങ്ങളുടെ സവിധത്തിലേക്ക് ചെല്ലുമ്പോ അള്ളാഹിന്റെ റസൂൽ ഒരു കൊട്ടാരത്തിൽ ഇരിക്കുകയല്ല, നബി തങ്ങൾ ഒരു പാലസിൽ ഇരിക്കുകയല്ല, അള്ളാഹിന്റെ റസൂൽ അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കുകയല്ല. പിന്നെ നബി തങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഈ പ്രസവിക്കപ്പെട്ട കുട്ടിയെ എടുത്തുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ കാന യുത്ലി ബിയദിഹി ശരീഫ ഇബില സ്വദഖ, സ്വദഖയുടെ ഇനത്തിൽ സകാത്തിന്റെ ഒട്ടകങ്ങൾ സകാത്ത് കൊടുക്കാൻ വേണ്ടി നബിതങ്ങളുടെ ആ ഇസ്ലാമിന്റെ ഖജനാവിൽ ഏൽപ്പിക്കപ്പെട്ട ഒട്ടകങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാമിക ഭരണം നടത്തുന്ന ഭരണാധികാരിയാണ്. ഭരണാധികാരിയെ സകാത്ത് ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല. ആ സകാത്തിന് വേണ്ടി, സകാത്തിന്റെ വിതരണത്തിന് വേണ്ടി നൽകപ്പെട്ട ഒട്ടകങ്ങളെ അവിടുത്തെ മഹത്തായ കൈകളെ കൊണ്ട് കഴുകുകയാണ്, ഒട്ടകങ്ങളെ കഴുകി വൃത്തിയാക്കുകയാണ്. ആ സമയത്താണ് അനസ് റളിയല്ലാഹു അൻഹു ഈ കുട്ടിയെയും കൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ആരാ കൊടുത്തു വിടുന്നത്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈം ചെറിയ മഹദിയല്ല. നബി തങ്ങൾ പറഞ്ഞു, ദഖൽതുൽ ജന്ന, സ്വഹാബത്തെ, ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഫസമിഅതു, ആ സമയത്ത് ഞാൻ കേട്ടു ഒരു അതേ കാല് വെക്കുന്ന ഒരു ശബ്ദം, ഒരു കാലിന്റെ ശബ്ദം ഞാൻ കേട്ടു. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആരാണ്? ഫഇദാ ഹിയ അർറുമൈസാ ഇംറഅതു അബീ തൽഹ, അബൂ തൽഹയുടെ ഭാര്യയായ ഉമ്മു സുലൈമാണ്. അപ്പൊ സ്വർഗ്ഗത്തിൽ ആണ് എന്ന് ഉറപ്പുള്ള മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു സുലൈമാണ് പ്രസവിക്കപ്പെട്ട തന്റെ കുട്ടിയെ കൊടുത്തു വിടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തെന്നറിയോ? മണിക്കൂറുകൾ പിന്നിട്ട സമയത്ത്, ഒരുപാട് സമയമായിട്ടില്ല, ആ സമയത്ത് തന്നെ ഉമ്മു സുലൈം തന്റെ കുട്ടിയെ നബി തങ്ങളുടെ സവിധത്തിലേക്ക് കൊടുത്തയക്കുകയാണ്. ആ
കുട്ടിയെ അനസ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുകയാണ്. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മറ്റു നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട വായിൽ വെക്കുകയാണ്. ശറഫാക്കപ്പെട്ട വായിൽ വെച്ചുകൊണ്ട് അത് ചവച്ചരച്ചിട്ട് ആ ഈത്തപ്പഴത്തിന്റെ നീര്, നബി തങ്ങളുടെ ഉമിനീരുമായി കലർന്ന ഈത്തപ്പഴത്തിന്റെ നീര് ഈ കുട്ടിയുടെ ചുണ്ടുകളിൽ വെച്ചു കൊടുക്കുകയാണ്. ആ കുട്ടി അതിങ്ങനെ വലിച്ചു കുടിക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഓ സ്വഹാബ, നിങ്ങൾ നോക്കണേ, ലിഹുബ്ബിൽ അൻസാരി ലിത്തംറ, അൻസാരികൾക്ക് ഈത്തപ്പഴത്തിനോടുള്ള സ്നേഹം നിങ്ങൾ കാണണേ. അൻസാരികളിൽപ്പെട്ട കുട്ടിയാണിത്. ആ കുട്ടി ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് കണ്ടോ? ഹബീബായ നബി തങ്ങൾ സ്വഹാബിമാരോട് പറയാൻ, ഈത്തപ്പഴം അതിന് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഈത്തപ്പഴം കൊണ്ട് തന്നെ നോമ്പ് തുറക്കണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ശാസ്ത്രത്തിന്റെ തലവന്മാര് പറഞ്ഞു, വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് വ്രതമെടുത്തവരെ ആ വ്രതത്തെ മുറിക്കേണ്ടത് ഈത്തപ്പഴം കൊണ്ടാണ്. ഇസ്ലാം അത് സുന്നത്താക്കി, ശാസ്ത്രം അത് ആരോഗ്യത്തിന് ഒരുപാട് ഗുണമുള്ളതാക്കി. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി തങ്ങൾ പറഞ്ഞു, വെള്ളം കൊണ്ടല്ല, മറ്റു ഫ്രൂട്ട്സ് കൊണ്ടല്ല, നിങ്ങൾ നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴം കൊണ്ടാണ്. അതിലൊരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ശരീരം തളർന്നിരിക്കുകയാണ്, ആ ശരീരത്തിന് ഉന്മേഷം കൊടുക്കാൻ ഈത്തപ്പഴത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായി ആ കുട്ടിയുടെ വായയിൽ കൊടുക്കേണ്ട ഭക്ഷണം എന്താണ്? മധുരമുള്ള വസ്തുവാണ്, ഈത്തപ്പഴമാണ്. മധുരമുള്ള വസ്തുക്കളാണ് കൊടുക്കേണ്ടത്. നബി തങ്ങൾ കൊടുത്തത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ചവച്ചരച്ചുകൊണ്ട് ആ കുട്ടിയുടെ വായയിലേക്ക് ഈത്തപ്പഴത്തിന്റെ നീര് വെച്ചു കൊടുക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടി നന്നാവാൻ ഇതെല്ലാം കാരണമാണ്. അൻസാരികളോട് വലിയ സ്നേഹമായിരുന്നു നബി തങ്ങൾക്ക്. അൻസാരികളോടുള്ള സ്നേഹം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ആ കുട്ടിക്ക് ഈത്തപ്പഴത്തിന്റെ നീര് ചുണ്ടിൽ വെച്ചു കൊടുത്തുകൊണ്ട് ആ ഈത്തപ്പഴത്തിന്റെ നീര് ആ കുട്ടി അത്യാഗ്രഹത്തോടുകൂടെ കുടിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോടുള്ള മഹബ്ബത്ത് അതിലൂടെ പ്രകടിപ്പിച്ചു. നബി തങ്ങൾ അൻസാരികൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ റഹമിൽ അൻസാർ വഅബ്നാഅൽ അൻസാർ വഅബ്നാഇൽ അൻസാർ. പടച്ചവനെ, അൻസാരികൾക്ക് എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ, അൻസാരികളുടെ മക്കൾക്കും നീ റഹ്മത്ത് ചെയ്യണേ. കാരണം മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബിമാരെ കയ്യും കണക്കുമില്ലാതെ സ്വീകരിച്ചവരാണ് അൻസാരികളായ സ്വഹാബിമാര്. അതുകൊണ്ട് അവർക്ക് നീ കരുണ ചെയ്യണേ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ കുട്ടിയുടെ വായിൽ തേൻ വെച്ചു കൊടുക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടതാരാണ്? ഒരു നല്ല പണ്ഡിതനുണ്ടെങ്കിൽ ആ പണ്ഡിതനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മാത്രമല്ല നബി തങ്ങൾ വലിയ ഒരു ദിക്ർ പഠിപ്പിക്കുകയാണ്. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് ശൈത്താനിൽ നിന്ന് കാവൽ തേടുന്ന ദിക്റാണ്. കാരണം ശൈത്താൻ ഈ കുട്ടിയിൽ ആധിപത്യം ചെലുത്താൻ വരും. അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഉഈദുക ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഈ ദുആ നിങ്ങൾ നടത്തിയിട്ട് 3 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക. 3 പ്രാവശ്യം ഈ ദുആ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ തലയിൽ ഊതിക്കൊടുക്കുക. പെൺകുട്ടിയാണെങ്കിലും ആ കുട്ടിയിൽ നിന്ന് ആ കുട്ടിയെ ശൈത്താൻ ആ കുട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്ന് ഈ ദിക്ർ ചൊല്ലണേ. ആ കുട്ടിയുടെ അടുത്തിരുന്നു കൊണ്ട് ഈ ദിക്ർ ചൊല്ലിക്കൊടുക്കണം, ഈ ദുആ നടത്തണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അത്രമേൽ വിശുദ്ധ ഇസ്ലാം വളരെ കാർക്കശ്യ സ്വഭാവത്തിൽ പ്രസവിക്കപ്പെട്ട കുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇടപെടണം. ലേബർ റൂമിൽ ചെന്ന് ലേബർ റൂമിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കുട്ടിയെ പ്രസവിച്ചു എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിയെ മേടിക്കണം. എന്നിട്ട് ഇസ്ലാമികപരമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ആ കുട്ടിയുടെ ജീവിതം നന്നാകാൻ അത് കാരണമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ നബി തങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സഅദ് ഇബ്നു അബീ വഖാസിനെ നബി തങ്ങൾ സന്ദർശിക്കാൻ പോയി. ചെറിയ കുട്ടികളെ കാണാൻ പോക്ക് അത് നല്ല കാര്യമാണ്. സഅദ് ഇബ്നു അബീ വഖാസ് ഇളം പ്രായമായിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഅദ് ഇബ്നു അബീ വഖാസിന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, എന്റെ അടുക്കൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് പിൽക്കാലത്ത് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ചെറിയ മക്കളെ സന്ദർശിക്കൽ നല്ല കാര്യമാണ്. ചെറിയ മക്കളോട് നല്ല വർത്തമാനങ്ങൾ പറയല് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. എന്തിനാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെറിയ പ്രായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നത് എന്തിനാണ്? ലോകത്തെ വലിയൊരു ആശയം പഠിപ്പിക്കാനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു കാരുണ്യത്തിന്റെ പ്രവർത്തനം പഠിപ്പിക്കാനാണ്. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആ സംഭവം അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ മക്കളെ വളർത്തുമ്പോൾ വളരെ കൃത്യമായി വളർത്തണം. വളരെ ഇസ്ലാം പഠിപ്പിച്ച ശൈലിയിലും ഇസ്ലാമിന്റെ ബൗണ്ടറിക്കുള്ളിലിട്ടും വളർത്തണം. അല്ലെങ്കിൽ അവര് നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് തെന്നിപ്പോകും. അങ്ങനെയാണ് ഈ പെണ്ണും പെണ്ണും വിവാഹം കഴിക്കല്, ആണും ആണും വിവാഹം കഴിക്കല്, തോന്നിയവന്റെ കൂടെ ഇറങ്ങിപ്പോക്ക്, തോന്നിവാസങ്ങളിൽ ഏർപ്പെടൽ. നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ വിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാത്തത് കൊണ്ട്, അവരെ നമ്മൾ പരിചരിക്കാത്തത് കൊണ്ട്, ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി കേൾക്കേണ്ടത് ഖുർആനാണ്. ആ ഖുർആൻ കേൾക്കുന്നതിന് പകരം ലേറ്റസ്റ്റ് ആയ അതേ സിനിമാ സോങ്ങുകളും മറ്റും കേട്ടുകൊണ്ടാണ് ഗർഭാശയത്തിൽ ഈ കുട്ടി വളരുന്നത്. ആ കുട്ടി അങ്ങനെ നന്നാവും. ശ്രദ്ധിക്കണം നമ്മൾ.